ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സഫ ഫുഡ് ലാൻഡ്. എന്തൊക്കെ എല്ലാവർക്കും സുഖന്നല്ലേ? നമ്മളും സുഖമായിട്ടിരിക്കുന്നിട്ടാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഈവനിങ് വ്ളോഗാണ്. ഇതിൽ ഞാൻ നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട്, പിന്നെ കുറേ വിശേഷങ്ങളും ഒക്കെ ഉള്ളൊരു വ്ളോഗാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാട്ടാ. നിങ്ങൾക്ക് ഇഷ്ടമാവുന്ന സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടാക്കുക. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടു നോക്കാം. വൈകുന്നേരം ഒരു 4 മണിയിലായിന് കേട്ടോ. കിച്ചണിലേക്ക് ഇതാ വന്നിട്ടുണ്ട്. അപ്പം ഇന്നൊരു സ്നാക്ക് ആക്കുന്നുണ്ട്. അപ്പം ചീസ് ഗാർലിക് ബ്രെഡാണ് കേട്ടോ. നമ്മൾ ചിക്കനെല്ലാം മസാല ഫില്ലാക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് ആദ്യം തന്നെ മാവ് കുഴച്ചിട്ട് വെക്കണം കേട്ടോ, 1 മണിക്കൂർ മുന്നേ. അപ്പോൾ അതിനായിട്ട് ഇതാ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് ഇളം ചൂടുള്ള പാൽ ഒഴിച്ച് കൊടുക്കട്ടോ. ഞാനിപ്പോൾ ചൂടില്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഇതാ ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതാ 1 ടേബിൾ സ്പൂണ് ഷുഗറും അതുപോലെ തന്നെ 1/4 ടീസ്പൂണ് ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി പാലും ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ആക്കുക. എന്നിട്ട് ഇതൊരു പൊങ്ങാനും വേണ്ടിയിട്ട് വെക്കട്ടെ. ഒരു 10 മിനിറ്റ് പൊങ്ങാനും വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ആ ഒരു ടൈമിൽ ഇതാ ഞാൻ വൈകുന്നേരത്തെ ചായ കുടിച്ചിട്ടാ. ചായ ഞാൻ അങ്ങനെ കുടിക്കലില്ല കേട്ടോ. ചായ എപ്പോഴെങ്കിലൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് കൂടുതലും എന്താ പറയുക ഗ്രീൻ ടീ, അല്ലാന്നുണ്ടെങ്കിൽ ഇതാ ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ കാണിച്ചില്ലേനോ കരിഞ്ജീരകം, ഇഞ്ചി, പിന്നെ കുരുമുളക് ഇതെല്ലാം ഇട്ടിട്ട് കുത്തിയിട്ട് തിളപ്പിച്ചിട്ട് രാവിലെ കുടിക്കുന്നതാണ്. അപ്പോൾ അതിൽ കുറച്ച് ബാക്കി ഉണ്ടാകുമ്പോൾ അതിൻ്റെ ചണ്ടി സത്തെല്ലാം മൊത്തം വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അതിൽ കുറച്ചും കൂടി വെള്ളം ഉണ്ടാവും. അത് അവിടെ തന്നെ മൂടിയിട്ട് വെച്ചിട്ട് വൈകുന്നേരം അങ്ങനെ കുടിക്കലാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഗ്രീൻ ടീ കുടിക്കൂട്ടോ. ഇതില്ലെങ്കിൽ ഗ്രീൻ ടീ. ഇപ്പം അൽഹംദുലില്ലാ എൻ്റെ ചുമയെല്ലാം കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ അതിൽ കുറച്ച് വെള്ളം ഉള്ളതിന് അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ നല്ലോണം തിളപ്പിച്ചിട്ട് ഒന്ന് കുറുക്കിയിട്ടെടുക്കുന്നുണ്ട്. ആ ഒരു ടൈം കൊണ്ട് ഇതാ ഞാനിന്ന് ദോശ പിന്നെ മീനിൻ്റെ ഒരു ഗസി ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ. പച്ചരി ഞാൻ ഇവിടെ പച്ചരി അരക്കുമ്പല്ലേ, ദോശക്കെല്ലാം അരക്കുമ്പം കുറച്ച് തോനെ അരച്ചിട്ട് വെക്കും രാവിലെല്ലാം. പിന്നെ കുറച്ച് മാവ് എടുത്തിട്ട് അങ്ങനെ ചുട്ടെടുത്താൽ മതിയല്ലോ. 2-3 കപ്പൊക്കെ എടുത്തിട്ട് അങ്ങനെ പൊതിർത്ത് വെക്കലാന്ന്. അതിതാ നല്ലോണം കഴുകിയിട്ട് വെള്ളം ഊറ്റിയിട്ട് വെച്ചിട്ടുണ്ട്. മിക്സിൻ്റെ ജാറിലേക്ക് ചേർത്തെടുക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും നമ്മൾ തേങ്ങ അതെല്ലാം അരക്കുന്ന ഒരു മിക്സിൻ്റെ ജാറില്ലേ, അത് ഞാൻ എടുക്കലില്ല കേട്ടോ. കാര്യം അതിൽ കുറച്ച് കൂടുതൽ അരിയെല്ലാം എടുക്കുമ്പം 2 വട്ടം ആയിട്ട് അരച്ചെടുക്കണം. അപ്പോൾ അത് റിസ്ക് അല്ലേ. അപ്പോൾ ഞാൻ വിചാരിക്കും മിക്സിൻ്റെ ജാറുണ്ട് എൻ്റെ അടുത്ത്, വലിയ ഗ്ലാസിൻ്റെ. അപ്പം അതിലിട്ടിട്ട് ഒറ്റ വട്ടത്തിൽ തന്നെ അരച്ചിട്ട് കിട്ടും, നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടു. അപ്പോൾ അതിനായിട്ട് ഇതാ വലിയ മിക്സിൻ്റെ ജാറിലേക്ക് ചേർത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടെ ചേർത്തിട്ട് ഞാൻ നോർമൽ ദോശയില്ലേ, നമ്മളെ നീർദോശ, അതാണ് ചുട്ടെടുക്കുന്നുള്ളത്. അപ്പോൾ അതാ തേങ്ങ മാത്രം ഇട്ടിട്ട് ഉപ്പും ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കലില്ല. അപ്പക്കപ്പം ചുടുന്നുണ്ടെങ്കിൽ അങ്ങനെ ഉപ്പ് ചേർത്ത് കൊടുക്കലുണ്ട്. എന്നിട്ട് ഇതാ നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട് ഞാനിപ്പം കുറച്ച് ഫ്രിഡ്ജിൽ വെക്കാനുള്ളത് ഇതാ ചെറിയൊരു ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നുണ്ട്. ബാക്കിയുള്ളത് ഇതാ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പം എനിക്ക് യൂസ് ആക്കാനുള്ളത് ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പ് ഇട്ടിട്ട് അങ്ങനെ കലക്കിയിട്ട് അവിടെ മാറ്റി വെക്കുന്നുണ്ട്. ഇനിയിപ്പം അരച്ച് വെച്ച മിക്സിൻ്റെ ജാറിലെ അതൊക്കെ നല്ലോണം വാഷാക്കിയിട്ട് അവിടെ കമഴ്ത്തി വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ മിക്സിയും നല്ലോണം ഒന്ന് തുടച്ചിട്ട്, എന്തായാലും ചെറുതായിട്ട് അവിടെ ഇവിടെ നമ്മൾ നനഞ്ഞ കൈയെല്ലാം തൊടുന്നല്ലേ, അപ്പോൾ എന്തായാലും അതിൻ്റെ അടയാളമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വെച്ചിട്ട് അതിൻ്റേതായിട്ടുള്ള സ്ഥലത്തേക്ക് വെക്കുന്നുണ്ട് കേട്ടോ. അല്ലാതെ കൗണ്ടർ ടോപ്പ് മൊത്തത്തിൽ മിക്സിൻ്റെ ജാറും ഒക്കെ ആയിട്ട് അങ്ങനെ നമുക്ക് വേറെ ഒരു പണിയെടുക്കാൻ ഒരു മൂടുണ്ടാവില്ല. അപ്പോൾ എപ്പോൾ ഇങ്ങനെ ഫ്രീ ഉണ്ടാകുമ്പോൾ എനിക്കും ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പം അതൊക്കെ അവിടെ ക്ലീൻ ആക്കിയിട്ട് വെച്ച് അപ്പോഴേക്കിതാ നമ്മൾ വെച്ചില്ലേനോ ജിഞ്ചറിൻ്റെ വെള്ളം, അതിതാ തിളച്ചിട്ട് കുറച്ച് വറ്റി വന്നിട്ടുണ്ട്. അതിതാ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ഒന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം 2 വട്ടത്ത് തിളപ്പിച്ചില്ല, ഇനിയിപ്പോൾ അതിൽ സത്തൊന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ അത് നേരെ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. ഭയങ്കര ചൂടാന്ന് അവിടെ ഗ്ലാസ്സിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ നല്ല ചൂടോട് കൂടി കുടിക്കലില്ല കേട്ടോ, അങ്ങനെ കുടിക്കാനും പാടില്ല. ചെറിയൊരു ചൂടോട് കൂടി അങ്ങനെ കുടിക്കലാന്ന്. അപ്പോൾ അതവിടെ വെച്ചിട്ടുണ്ട്, ചൂടാറട്ടെ. അപ്പോഴേക്കുതാ നമ്മളെ ഈസ്റ്റ് പൊങ്ങാൻ വേണ്ടി വെച്ചില്ലേ, അതിതാ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇതാ 1 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുട്ട ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, തീരെ തണുപ്പില്ലാത്ത മുട്ട ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് 2-3 മണിക്കൂർ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. തണുപ്പ് മൊത്തം പോയിൻ്റെ ശേഷമാണ്. അങ്ങനെ നിങ്ങളും ചേർത്ത് കൊടുക്കണം കേട്ടോ.
കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കുക കേട്ടോ. പിന്നെ എന്നിട്ട് ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1 കപ്പ് മൈദ ചേർത്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി നോക്കുക. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കയ്യിലൊട്ടുന്നുണ്ട്, നമ്മൾ പാലും ചേർത്തെടുത്ത് മുട്ടയും ചേർത്തെടുത്തില്ല, എന്നിട്ട് ഇങ്ങനെ കയ്യിൽ ഒട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെയും കുറച്ചും കൂടെ മൈദ ചേർത്ത് കൊടുക്കുക. മൊത്തത്തിൽ ഇങ്ങനെ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. 1 കപ്പ് ആദ്യം ചേർത്ത് കൊടുത്തോളി. പിന്നെ ഞാൻ 1/2 കപ്പും കൂടെ മൈദ എടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് മിക്സാക്കി നോക്കുക എത്ര വേണമെന്ന്. ഞാനിപ്പോൾ മൊത്തത്തിൽ 1/2 കപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ഒരു 1.25 കപ്പാണ് ഇപ്പം മൈദ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ ചിലർ മുട്ട ചെറുതായിരിക്കും, ചിലരെടുക്കുന്ന മുട്ട വലുതായിരിക്കും. അപ്പം അതിൻ്റെ ഒരു അളവ് കറക്റ്റ് ആവില്ലല്ലോ. അപ്പം നിങ്ങൾ കുറച്ച് മൈദ ഇട്ടിട്ട് ഇതുപോലെ മിക്സ് ആക്കിയിട്ട് നോക്കുക. ഞാൻ ആ വിസ്ക് ഉപയോഗിച്ചിട്ടാട്ടോ മിക്സ് ആക്കിയത്. മൊത്തം മാവ് അതിൻ്റെ ഉള്ളിൽ കയറി കൂടിയിട്ടുണ്ടായിരുന്നു. ഈ വിസ്ക് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ മിക്സ് ആക്കാൻ നിൽക്കണ്ട കേട്ടോ, ഞാൻ മറന്നിട്ട് മിക്സ് ആക്കിയതാ. ഇനിയിപ്പോൾ അതൊരു പണിയായിന്. അപ്പോൾ ഞാനത് ഒഴിവാക്കിയിട്ട് കുറച്ചും കൂടെ മൈദ ചേർത്തിട്ട് നല്ലോണം ഒന്ന് കുഴച്ചിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു പാകം ഞാൻ കാണിക്കട്ടെ. ആദ്യം നല്ലോണം കുഴച്ചെടുക്കണം. ഒരു കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ടില്ല, നല്ലോണം ഒരു 5 മിനിറ്റ് നല്ലോണം കുഴച്ചെടുക്കട്ടെ. 2 കൈ ഉപയോഗിച്ചിട്ട് നല്ലോണം കുഴച്ചെടുക്കുക. ഞാനിപ്പോൾ കുറച്ച് മാവല്ല എടുത്തത്, അപ്പോൾ അതുകൊണ്ട് തന്നെ 1 കൈ മതിട്ട കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ നല്ലോണം ആദ്യം ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കില്ലേ 2 ടേബിൾ സ്പൂണ് ബട്ടർ ചേർത്ത് കൊടുക്കട്ടോ. ബട്ടറും ചേർത്ത് കൊടുക്കുമ്പോൾ തീരെ തണുപ്പ് പാടില്ല കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ചേർക്കുന്ന മുട്ടയും അതുപോലെ തന്നെ ബട്ടറും തീരെ തണുപ്പ് പാടില്ല. 3 മണിക്കൂർ മുന്നേ തന്നെ പുറത്ത് വെക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ബ്രെഡ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെയും പറയുന്നത് കേട്ടോ. ഇനി ബട്ടറും കൂടെ ചേർത്തിട്ട് ഒരു 2-3 മിനിറ്റ് കൂടെ നല്ലോണം ഒന്ന് കുഴച്ചെടുത്തിട്ട് അതിൻ്റെ ഒരു പാകം ഞാൻ കാണിച്ചു തന്നില്ല. നല്ലോണം ഇങ്ങനെ ടൈറ്റായിട്ട് കുഴച്ചെടുക്കണ്ട, എന്നാലും നല്ലോണം ലൂസായിട്ടും കുഴച്ചെടുക്കണ്ട. ഒരു ചെറുതായിട്ടൊരു സ്റ്റിക്കി പരുവത്തിൽ കേട്ടോ. ഞാൻ അപ്പോൾ കാണിച്ച പോലെ ഇങ്ങനെ വലിക്കുമ്പോൾ ഇങ്ങനെ പൊട്ടിപ്പോവരുത്, ആ ഒരു രീതിയിൽ കേട്ടോ. അപ്പോൾ നല്ലോണം കുഴച്ചിട്ട് ആ ഒരു ബൗളിൽ തന്നെ കുറച്ച് ബട്ടർ ഞാൻ തേച്ച് കൊടുക്കുന്നുണ്ട്. ഓയിലായാലും മതി കേട്ടോ, ഞാൻ ബട്ടറാണ് തേച്ച് കൊടുക്കുന്നത്. മാവിൻ്റെ മുകളിലായാലും തായും ഒക്കെ ഇങ്ങനെ ബട്ടർ ഇങ്ങനെ തേച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ടൈറ്റാക്കിയിട്ട് കവർ ചെയ്തിട്ട് ഒരു മണിക്കൂർ 1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ അത് നല്ലോണം പൊങ്ങി വരും. പിന്നെ കുറച്ച് ചൂടുള്ള ഏരിയയിൽ വെക്കണം കേട്ടോ, അപ്പം പെട്ടെന്ന് തന്നെ ആയി കിട്ടിക്കോളും. അപ്പോൾ ഞാനത് മാറ്റുന്നുണ്ട്. അപ്പോഴേക്കും നമ്മളെ ജിഞ്ചറിൻ്റെ വാട്ടറില്ലേ അത് കുടിക്കലാന്ന്. ഇപ്പോൾ ഫാദറിൻ്റെ പറയും, ഞാനെല്ലാം പുറത്തെല്ലാം പോയാലില്ല ചിലപ്പോൾ എനിക്ക് ചായ വേണമെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഇവിടെ തണുപ്പായില്ലേ, അപ്പോൾ പുറത്ത് പോയാൽ ചായ തന്നെ കേട്ടോ കുടിക്കൽ. അപ്പം ഞാൻ എൻ്റെ അടുത്ത് ചോദിക്കുന്നത് വേണമെന്ന്, ഞാൻ ജിഞ്ചർ ടീ എന്ന് പറയില്ല, എനിക്ക് ജിഞ്ചർ തന്നെ ആയിട്ടുണ്ട്. ഇപ്പം പുറത്ത് പോയാലും ജിഞ്ചർ ടീ, എവിടെ പോയാലും ജിഞ്ചർ. അതുകൊണ്ട് അൽഹംദുലില്ലാ എനിക്ക് സമാധാനം ഉണ്ട് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ രാത്രിയെല്ലാം ഭയങ്കര ചുമയായിരുന്നു. ഇനിയിപ്പോൾ നാട്ടിൽ നിന്നില്ലേ ഫാദറിൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവർ നാട്ടിൽ നിന്ന് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുഡ് കഴിക്കാനെല്ലാം. അങ്ങനെ അവിടുന്ന് ഇടിയപ്പം ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിച്ചിട്ട് അപ്പോൾ അവൾ കുറച്ച് സ്നാക്സും പിന്നെന്താ എള്ളുമിഠായി, കടലമിഠായി അങ്ങനത്തതെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കവറിൽ അവൾ കെട്ടിയിട്ട് തന്നെ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊരു കുപ്പിയിലാക്കിയിട്ട് അങ്ങനെ വെക്കുന്നുണ്ട്. നമ്മളായിട്ടില്ലേ ഇതുപോലെ ബേക്കറി ഐറ്റംസ് ഒന്നും വാങ്ങലില്ല. നല്ല ഭംഗിയുള്ളതെല്ലാം കാണും, എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ളതും ഒക്കെ കാണും, മാത്രം നമ്മൾ വാങ്ങലില്ല കേട്ടോ. വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ഇരുന്നിട്ട് ഇങ്ങനെ കഴിക്കും. അപ്പോൾ ഇങ്ങനെ നാട്ടിൽ നിന്നെല്ലാം കൊണ്ടുവരും. ആരെങ്കിലും കൊടുന്നാലെല്ലാം നമുക്ക് തരലുണ്ട്, നമ്മൾ കൊടുന്നാലും അവർക്ക് കൊടുക്കലുണ്ട്. അപ്പോൾ പിന്നെ അത് കാണുമ്പം എന്തായാലും ഇങ്ങനെ കഴിച്ചിട്ട് പോകുമല്ലോ. അപ്പോൾ ഓരോന്നെല്ലാം ഇങ്ങനെ വൈകുന്നേരം ചായ അടിക്കുമ്പോഴും പിന്നെ ഫാദർ വന്നിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് ഇങ്ങനെ എന്താ പറയുക ചാടിക്കുമ്പോഴോ അല്ലെങ്കിൽ ഫുഡെല്ലാം കഴിച്ചിട്ട് വെറുതെ ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഓരോന്നെടുത്തിട്ട് അങ്ങനെ കഴിക്കൂട്ടാം. പിന്നെ നല്ല മധുരത്തിൻ്റെതായിട്ട് അങ്ങനെ നമുക്ക് വലിയ ഇഷ്ടമില്ല. പിന്നെ എള്ളുമിഠായി, കടലമിഠായി അതെല്ലാം ചെറിയ ചെറിയ പീസൊക്കെ വായിക്കും. എപ്പോഴെങ്കിലും പുറത്ത് പോകുമ്പോഴൊക്കെ വായിക്കിട്ടിട്ട് അങ്ങനെ പോവും. ഞാനിപ്പോൾ ഒരു പ്ലാന്റ് കാണിച്ചെന്നില്ല, നല്ല രസമാണ് കേട്ടോ ആ ഒരു പൂവ് കാണാൻ. ഇപ്പം തണുപ്പിൻ്റെ ആ ഒരു സീസണിൽ നല്ല ഉണ്ടാവും കേട്ടോ. അവർ പറഞ്ഞൊരു 4 മാസം വരെ അതിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിങ്ങനെ പൂവിട്ടുകൊണ്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ്. അപ്പം അത് 1 ദിറമ 2 ദിറമ അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പ്രൈസ്. പക്ഷേ പല കളറിലുണ്ട് കേട്ടോ, നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ അത് ഞാൻ സ്റ്റോറി ഇട്ട ടൈമിൽ എവിടുന്ന് വാങ്ങിച്ചെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് തുളസി ബാബിക്കില്ലേ തുളസി എല്ലാം വേണ്ടിന്, അപ്പം അത് വാങ്ങാനും വേണ്ടിയിട്ട് പോയപ്പം കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ്. അപ്പോൾ ഞാനും വാങ്ങിയിട്ട് ആ തുളസിയെല്ലാം ഇങ്ങനെ ചുമലുണ്ടാകുമ്പോൾ അങ്ങനെ
കുടിക്കാമല്ലോ, പിന്നെ നല്ലതുമാണ്, ഹെൽത്തിന് നല്ലതാണല്ലോ തുളസിൻ്റെ നീരെല്ലാം. അപ്പോൾ അത് വാങ്ങിച്ച്, പിന്നെ കഞ്ഞിക്കുറുക്കെ എന്താണ് അങ്ങനത്തെ സംഭവമില്ല ഒരു ഇല, അതും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് എല്ലാം സെറ്റാക്കിയിട്ടെല്ലാം വെച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല ഞാൻ. അപ്പോൾ അത് എവിടുന്ന വാങ്ങിച്ചെന്നുള്ളത് സ്റ്റോറി അങ്ങനെ വെച്ചപ്പം കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിച്ചതിൽ നമ്മൾ സെലി മാർക്കറ്റിലെ മീറ്റ് മാർക്കറ്റിൻ്റെ ഒക്കെ അവിടെ ആയിട്ടുണ്ട്, വലിയ നേഴ്സറി ഉണ്ട് കേട്ടോ, ഇതിൻ്റെ തന്നെ ചെടി മാത്രമുള്ള. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചാണ്. സെലി മാർക്കറ്റിൻ്റെ ഒക്കെ അടുത്തായിട്ട് തന്നെ വരുന്നത് അജ്മാൻ കേട്ടോ, അജ്മാൻ സെലി മാർക്കറ്റിൻ്റെ ഒക്കെ അടുത്താണ്. ഇനിതാ ഞാൻ ഫിഷ് കട്ട്ലായിരുന്നു കേട്ടോ, അതായത് കോരല്ല, അതാണ്. അതിതാ ഞാൻ കഴുകിയിട്ട് വെള്ളം ഊറ്റിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അതിനിപ്പോൾ അതാ ഞാൻ അതിലേക്കുള്ള മസാല റെഡിയാക്കുന്നുണ്ട്. അപ്പം ഞാനിപ്പോൾ മുളക് അരക്കുന്നില്ല, അതിന് പകരം മുളക് പൊടി മിക്സിയിലിട്ട് അരക്കാന്ന് കേട്ടോ. അതിലേക്ക് വെളുത്തുള്ളി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാന്ന് കേട്ടോ. നമുക്ക് ചിരിക്കാൻ വരും കാശ്മീരി മുളക് പൊടി. എപ്പോഴും ഞാൻ പറയുമ്പോൾ എനിക്കൊരു കമൻ്റാണ് ഓർമ്മ വരുന്നത്. പിന്നെന്തിപ്പോൾ മഞ്ഞൾപ്പൊടി, പിന്നെ വെളുത്തുള്ളി, പുളി, അതെല്ലാം ഇട്ടിട്ട് നല്ലോണം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ തക്കാളി ഒരു ബൗളിലിട്ട് നല്ലോണം ഒരു 1.5 തക്കാളി എടുത്തോളിട്ടാ. കൈ വെച്ചിട്ട് നല്ലോണം അടിച്ചതിന് ശേഷം അതിലേക്ക് ഒരു 4-5 ടേബിൾ സ്പൂൺ നമ്മൾ അരച്ചതില്ലേ അത് ചേർത്ത് കൊടുക്കുക. പിന്നെ പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് മീനും ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് അവിടെ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതാ അതിൽ നിന്ന് തന്നെ ഒരു 4-5 കഷ്ണം മീൻ ഞാൻ ഫ്രൈ ചെയ്യാനും വേണ്ടിയിട്ട് നാളേക്കൊക്കെ അരച്ച മസാല ഇല്ലേ, അതിൽ നിന്ന് തന്നെ കുറച്ച് മസാല എടുത്തിട്ട് ഇതാ മസാല തേച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. എന്നാൽ പിന്നെ നാളെ എളുപ്പമായല്ലോ, പെട്ടെന്ന് തണുപ്പ് പോയിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതിയല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് അരച്ച മസാല ഉണ്ടായിരുന്നു. അപ്പോൾ അതാ ഞാനത് ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ അതാ അവർ കൊണ്ടുവന്നതന്നെ കേട്ടോ, നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഈ ഒരു മാങ്ങ. ഇത് അങ്ങനെ കഴിക്കാനാട്ടോ ടേസ്റ്റ്, പക്ഷെ കറിയിലിട്ടിട്ട് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഒരു പീസ് എടുത്തിട്ട് നമ്മളെ ഗസി ആക്കുന്നതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ഇതിപ്പോൾ പുളിയില്ലാത്ത മാങ്ങ ആയതുകൊണ്ട് കുഴപ്പമില്ല, പുളിയുള്ള മാങ്ങ ഒക്കെ ചേർക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ അരക്കുമ്പോൾ ഞാൻ പുളി ചേർത്തില്ലേ, അപ്പോൾ പുളി ചേർക്കരുത് കേട്ടോ. ദോശയ്ക്കൊന്നും കൂടുതൽ പുളി പറ്റൂലല്ലോ, ചോറിൽ കുഴപ്പമില്ല. ദോശയ്ക്കെല്ലാം ഇങ്ങനെ നമ്മൾ സാധാരണ ചെറിയൊരു പുളി കേട്ടോ. തക്കാളി മാങ്ങ ഇടാതെ മാങ്ങ മാത്രം മതി, അല്ലെങ്കിൽ തക്കാളി മാത്രം മതി കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് പുളി ഇട്ടിട്ട് അരച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇത് പുളിയില്ലാത്ത മാങ്ങ ആയതുകൊണ്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു കറിയില്ലേ നാളെ ഉച്ചക്കോളായിട്ടാ, പിന്നെ ചോറിൽ ഭയങ്കര ടേസ്റ്റായിരുന്നു ഈ ഒരു കറി. അപ്പോൾ അതാ ഞാൻ ഒരടുപ്പത്ത് ദോശ ഇങ്ങനെ ചുട്ടോട്ടുണ്ട്, ഒരടുപ്പത്ത് ഇതാ ഗസിയാക്കാനും വേണ്ടിയിട്ട് ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് ഒരു ഉള്ളി നല്ല സ്ലൈസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇതാ നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയൊരു ഗോൾഡൻ കളർ ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ മിക്സ് ആക്കിയിട്ട് വെച്ചില്ല, തക്കാളിയും മുളകും മീനെല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് വെച്ചില്ല, അതിതാ ഹൈ ഫ്ലെയിമിൽ വെക്കുക കേട്ടോ. ഉള്ളി വാട്ടുമ്പം ലോ ഫ്ലെയിമിൽ വെക്കുക. പിന്നെ മീനെല്ലാം ചേർത്ത് കൊടുക്കുമ്പം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അതാ മൊത്തത്തിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലെ മീൻ നേരൊക്കെ ഇങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കുക, ഹൈ ഫ്ലെയിമിൽ വെക്കുക, നല്ലോണം തിളപ്പിച്ചെടുക്കുക. തിളച്ചാൽ പിന്നെ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയാൽ മതി കേട്ടോ. മാങ്ങ അതാ കുറച്ച് തോനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിന് വലിയ ഇഷ്ടമൊന്നുമില്ല മാങ്ങ ഇങ്ങനെ കഴിക്കുന്നത്, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ ഒരു കറിയത്തെ മാങ്ങ. അതുപോലെ ഞാനെല്ലാം മുളക് കറിയെല്ലാം വെക്കുമ്പോൾ നമ്മളെ നാട്ടിലെല്ലാം മുളക് കറിയിലും മാങ്ങൻ്റെ സീസണിലൊക്കെ ആകുമ്പോൾ മാങ്ങയിട്ട് കറിയെല്ലാം വെക്കൂല. അപ്പം ഉമ്മാൻ്റെ അടുത്ത് പറയലുണ്ട് മാങ്ങൻ്റെ അണ്ടിയില്ലേ അത് ഇടാൻ പറയലുണ്ട് കറിയിലേക്ക്. ഞങ്ങൾക്ക് അത് എടുത്തിട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ആ ഒരു മുളക് കറീൻ്റെ നീരെല്ലാം പോയിട്ടുണ്ടാവും. അങ്ങനെ എനിക്ക് കഴിക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ചോറിലേക്കായാലും അതിങ്ങനെ ഓമ്പിയിട്ടിരിക്കും, പക്ഷേ ചോറാടെ തന്നെ ഉണ്ടാവും, പക്ഷേ കറിയിലൊക്കെ ഇങ്ങനെ മുക്കിയിട്ട് പിന്നെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. അതെന്തോ ഒരു ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അണ്ടിക്കില്ലേ ഉപ്പളത്ത് പറയൽ എന്താണ് കൊരട്ടി എന്നാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ എനിക്ക് ചിരിക്കാൻ വരും. കൊരട്ടി അവർക്ക് അണ്ടിന്ന് കേൾക്കുമ്പോഴും ചിലപ്പോൾ ചിരിക്കാൻ വരും കേട്ടോ. ആരോ പറഞ്ഞ പോലെ അതൊരു ഇതാണ്, അത് മനസ്സിലാക്കിയിട്ട് എടുക്കാം. ഞാൻ പറയില്ല, ഫസ്റ്റെല്ലാം ഞാൻ കുറേ കഷ്ടമായിന് കേട്ടോ മാറ്റി എനിക്ക് മനസ്സിലാവാൻ. പിന്നെല്ലാം ഞാൻ എന്നെ പഠിച്ചിട്ട് പിന്നെ അങ്ങനെ ആയിപ്പോയി. ഇനിയിപ്പോൾ എന്താ ഇതാ നമ്മൾ സ്നാക്ക് ഉണ്ടാക്കുന്നില്ലേ, അപ്പം അതിലേക്ക് കുറച്ച് വെജിറ്റബിളെല്ലാം കട്ട് ചെയ്യണം. അപ്പം അതിനായിട്ട് ഇതാ ഞാൻ വലിയ ക്യാപ്സിക്കത്തിൻ്റെ ഒരു പകുതി എടുത്തിട്ട്
ഇതാ ഇതുപോലെ ചെറിയ ചെറിയ ക്യൂബ്സ് ആക്കിയിട്ട് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ ഒരു ഉള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ ഗാർലിക്ക് ഒരു 10-12 ഗാർലിക് എടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ കുനുകുനാ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്, മല്ലിയില കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ കാണിക്കട്ടെ ലാസ്റ്റ്. അപ്പോഴേക്കുതാ 1 മണിക്കൂർ 1.25 മണിക്കൂറെല്ലാം ആയിട്ടാ. അപ്പോഴേക്കുതാ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് നമ്മൾ മാവ്. ഇനിയിപ്പം ഇതാ പതുക്കെ എടുക്കണം കേട്ടോ, നല്ലോണം ഇങ്ങനെ സ്പീഡിൽ ഇങ്ങനെ അതിൻ്റെ ഉള്ളത്തെ ആ ഒരു ബബിൾസ് ഒന്നും ഒഴിവാക്കരുത് കേട്ടോ. നല്ലോണം കൈ വെച്ചിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കരുത്, പതുക്കെ എടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ കൈ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കുഴച്ചെടുക്കുക. കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഒന്നിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നല്ലോണം പ്രസ്സാക്കാതെ കുഴച്ചെടുത്തതിന് ശേഷം 2 പോർഷനാക്കിയിട്ട് വെക്കുന്നുണ്ട്. ഇപ്പം ഞാൻ കുഴക്കുന്നത് കണ്ട നല്ല പ്രസ്സാക്കുന്നൊന്നുമില്ല, തീരെ ബലം കൊടുക്കാതെ ജസ്റ്റ് ഇങ്ങനെ കുഴച്ചെടുക്കുക എന്നിട്ടാണ് ചെയ്യുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ടിതാ കുറച്ച് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ടിതാ ഇതുപോലെ 2 ഭാഗം കട്ടാക്കിയിട്ട് ഒരു ഭാഗം എടുത്തിട്ടിതാ ഒന്നും കൂടെ ഉരുട്ടിയിട്ട് വെക്കുന്നുണ്ട്. ഒരു ഭാഗമല്ലേ അതേപോലെ കവർ ചെയ്തിട്ട് വെക്കണം കേട്ടോ. നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഡ്രൈ ആയി പോവും. അപ്പം അതേപോലെ ഒന്ന് കവർ ചെയ്തിട്ട് അങ്ങനെ വെച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ പതുക്കെ ഒന്ന് ഉരുട്ടിയെടുക്കുക. എന്നിട്ടിതാ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് കുറച്ച് മൈദ ഇങ്ങനെ തൂവി കൊടുക്കുക. എന്നിട്ട് പരത്തിയെടുക്കുക കേട്ടോ. നമ്മൾ ബട്ടൂരക്കെല്ലാം പരത്തിയെടുക്കുന്നില്ലേ, അതുപോലെ തന്നെ പരത്തിയെടുക്കുക. പിന്നെ പരത്തുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇതുപോലെ നല്ലോണം പ്രസ്സാക്കാതെ ജസ്റ്റ് ഇങ്ങനെ പരത്തിയെടുത്താൽ മതി. നല്ലോണം പ്രസ്സാക്കിയിട്ട് ഒരിക്കലും പരത്തിയെടുക്കരുത് കേട്ടോ. അപ്പോൾ കുറച്ച് ബട്ടൂരൻ്റെ ആ ഒരു കട്ടിയില്ലേ, അതുപോലെ തന്നെ ആ ഒരു കട്ടിയിലിതാ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചില്ല ഗാർലിക്ക്, അതുപോലെ തന്നെ മല്ലിയില. ഗാർലിക്ക് ഒരു 10-12 ഉണ്ടായിക്കോട്ടെ. നല്ലോണം പൊടിയായിട്ട് അരിയണം, മല്ലിയിലയും പൊടിയായിട്ട് അരിയണം. എന്നിട്ട് ഇതാ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കുക. പിന്നെ ബട്ടർ ചേർത്ത് കൊടുക്കുമ്പം തണുപ്പ് തീരെ ഇല്ലാത്ത ബട്ടർ ചേർത്ത് കൊടുക്കണം കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ നേരത്തെ മാവ് കുഴക്കുമ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് തണുപ്പൊട്ടും പാടില്ലാന്ന്. എന്നിട്ട് നല്ലോണം ഇതാ മിക്സ് ആക്കിയിട്ട് ഇതാ നമ്മൾ ഇപ്പോൾ പരത്തി വെച്ചില്ല ആ ഒരു മാവിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ പതുക്കെ ഒന്ന് ഫുള്ളായിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുക. നല്ലോണം പ്രസ്സാക്കാതെ ഇതുപോലെ പതുക്കെ ഇങ്ങനെ തേച്ച് കൊടുക്കുക. അതിൻ്റെ ശേഷം പിന്നെ ഒരു ഭാഗത്തായിട്ട് ഉള്ളി ചെറിയ ക്യൂബ്സ് ആക്കിയിട്ട് കട്ട് ചെയ്തതിന് ഉള്ളി. അപ്പോൾ ഇതുപോലെ ഒരു കൈപ്പിടി നിറച്ചിട്ട് അങ്ങനെ ചേർത്തെടുത്താൽ മതി കേട്ടോ. നല്ലോണം കൂടി പോകണ്ട. നമ്മളിപ്പോൾ പിസ്സ എല്ലാം ഉണ്ടാക്കുമ്പോൾ ഇട്ട് കൊടുക്കുന്നില്ലേ, ആ ഒരു രീതിയിൽ തന്നെ ഒരു ഭാഗത്തായിട്ട് മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ക്യാപ്സിക്കം കട്ട് ചെയ്ത് വെച്ചില്ല, അതും ഇതേപോലെ തന്നെ ഇങ്ങനെ പരത്തിയിട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ചിക്കൻ ബീഫ് എന്ത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കട്ടോ. ഞാനിപ്പോൾ ചിക്കൻ കുറച്ചെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് മുളക് പൊടിയും ഉപ്പും മാത്രം ഇട്ടിട്ട് ഒരു വിസിലാക്കി എടുത്തതിൻ്റെ ശേഷം നല്ലോണം വെന്തതിൻ്റെ ശേഷം ഇങ്ങനെ പിച്ചെടുത്ത് അതിൻ്റെ എല്ലാം ഒഴിവാക്കിയതിൻ്റെ ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് പാനിലിട്ടിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒന്നിങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് നല്ലോണം ഡ്രൈ ആവരുത്, കുറച്ചൊരു മസാല പോലെ ആയിരിക്കണം കേട്ടോ ആ ചിക്കൻ്റെ പീസ് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് എത്ര വേണ്ടത് അതനുസരിച്ചിട്ട് ഇങ്ങനെ ചിക്കൻ്റെ പീസും ചേർത്തെടുക്കാം. പിന്നെ കുറച്ച് ഒരു 1/4 ടീസ്പൂണ് ഒറിഗാനോ, 1/4 ടീസ്പൂണ് ചില്ലി ഫ്ലെക്സില്ലേ, അതെല്ലാം ഇങ്ങനെ വിതറി കൊടുക്കുക ചിക്കൻ്റെ മുകളിലായിട്ട്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ചീസ് ഇട്ട് കൊടുക്കുക കേട്ടോ. അത് മൊസറല്ല ചീസ്, കുറച്ച് തോനെ മൊസറല്ല ചീസ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ മടക്കി കൊടുക്കുക കേട്ടോ. നമ്മൾ പൂവടക്കെല്ലാം മടക്കുന്നില്ലേ, അതുപോലെ ഇതുപോലെ മടക്കി കൊടുക്കുക ഈ വീഡിയോയിൽ കാണുന്ന പോലെ. എന്നിട്ട് അതിൻ്റെ തലയ്ക്കൊന്ന് പ്രസ്സാക്കിയിട്ട് ഇതുപോലെ കുറച്ച് വെള്ളം നമ്മൾ വിരലിൽ തൊട്ടിട്ട് ഒന്നിങ്ങനെ തേച്ച് കൊടുക്കുക, സ്പ്രെഡാക്കി കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് പ്രസ്സാക്കി കൊടുത്താൽ മതി. അപ്പം ഇങ്ങനെ നല്ലോണം ഒട്ടി നിന്നോളൂ കേട്ടോ. ഇനിയിപ്പോൾ ഞാനിപ്പോൾ എയർ ഫെയറിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ വേണമെങ്കിൽ നമ്മൾ സാധാരണ കേക്കെല്ലാം ബേക്ക് ചെയ്യുന്നില്ലേ, അതുപോലെ തന്നെ ചട്ടിയിൽ ഹീറ്റാക്കിയിട്ട് അങ്ങനെ ഇറക്കിയിട്ട് വെച്ചിട്ട് അങ്ങനെ ബേക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ എയർ ഫെയർ ഉണ്ടായതുകൊണ്ട് അതിലാണ് ആക്കുന്നത്. അപ്പോൾ എയർ ഫെയറിൻ്റെ ആ ഒരു തട്ടിലില്ലേ, ആദ്യം കുറച്ച് ബട്ടർ തേച്ച് കൊടുത്തിട്ട് കുറച്ച് മൈദ ഇങ്ങനെ സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഫില്ലിംഗ് എല്ലാം റെഡിയാക്കി വെച്ച് അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ കത്തി വെച്ചിട്ടില്ല, ഒന്ന് ആ ഒരു മസാല തട്ടുന്ന രീതിയിൽ ഇതുപോലെ നല്ല അടിക്ക് തട്ടരുത് കേട്ടോ. ഇതുപോലെ കത്തി വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുത്താൽ മതി കേട്ടോ. അതിങ്ങനെ പൊങ്ങി വരുമ്പം നല്ല രസമാണ് ഈ ഒരു വര കാണാനായിട്ട്. അതുപോലെ ഒന്ന് പ്രസ്സാക്കിയിട്ട് ഇങ്ങനെ വെട്ടി കൊടുക്കുക, അടിക്ക് തട്ടരുത്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഗാർലിക്കും ബട്ടറും മല്ലിയില അതെല്ലാം കൂടെ മിക്സില്ലേ, അത് അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ സ്പ്രെഡാക്കി കൊടുക്കുക കേട്ടോ. നല്ലോണം എല്ലായിടത്തും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക.
ബട്ടറൊക്കെ ഒന്ന് സ്പ്രെഡാക്കി കൊടുത്താൽ ഇതാ എയർ ഫെയറിലേക്ക് ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കുക കേട്ടോ. നല്ലോണം സ്പീഡിൽ ചെയ്യരുത്, പതുക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ അടുത്ത് ഓവണും അതുപോലെ എയർ ഫെയർ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ചട്ടി ചൂടാക്കിയിട്ട് ബേക്ക് ചെയ്തെടുക്കുന്നില്ലേ കേക്കെല്ലാം ചട്ടിയിൽ, അതുപോലെ തന്നെ ഇത് ബേക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഞാനിപ്പോൾ എയർ ഫെയറിൽ ഉണ്ടായതുകൊണ്ട് പെട്ടെന്ന് അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാമെന്ന്. അപ്പോൾ ഇതാ ഞാൻ ടൈം ഇതാ സെറ്റാക്കി വെക്കുന്നുണ്ട്. 150 ഡിഗ്രിയിൽ 15 മിനിറ്റാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഓപ്പൺ ആക്കുന്നുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ അടിയിൽ ഇതാ മുളകിൻ്റെ കറിയില്ലേ വറ്റിയിട്ട് മൂടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതും റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, മാഷാല്ലാ. അത് ചോറിലേക്കാണ് കേട്ടോ അതിനേക്കാളും ടേസ്റ്റ് ഉള്ളത്. ആ ഒരു മാങ്ങൻ്റെ പീസ് ഇങ്ങനെ കഴിക്കാൻ എന്തോ ഒരു ടേസ്റ്റ് തന്നെ. പിന്നെ അതാ ദോശയും മൊത്തത്തിൽ ചുട്ടിട്ടെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ചുട്ടെടുത്ത പാട് ദോശ ആയാലും എന്തായാലും ചുട്ട് എടുക്കുമ്പോൾ ഫുള്ളായിട്ട് പ്ലേറ്റിലേക്ക് വെക്കും. പിന്നെ ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം ഇതുപോലെ ആക്കിയിട്ട് അങ്ങനെ ടേബിളുമ്മ കൊണ്ടുപോയിക്കല. അപ്പോൾ ചെറിയ ചൂടോട് കൂടിയിട്ട് അങ്ങനെ കഴിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ വിയർത്തിട്ട് എന്തോ പോലെ എന്നിട്ട് ആ ദോശ ഇങ്ങനെ വിയർത്തിട്ട് നല്ലോണം വിയർക്കും. അപ്പോൾ അതാ നമ്മൾ ഡിന്നർ സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ ഗ്യാസും ഒക്കെ ഒന്ന് തുടച്ചെടുക്കാനുണ്ട്, കൗണ്ടർ ടോപ്പ് തുടക്കാനുണ്ട്, കുറേ പാത്രങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് കഴുകിയിട്ടെടുക്കാനുണ്ട്. അതൊക്കെ ഒന്ന് സ്പീഡിൽ ചെയ്യട്ടെ. ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ഇതാ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ഓപ്പണാക്കി നോക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഒരു 10 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ എയർ ഫെയറിൽ വെച്ച് കഴിഞ്ഞാൽ 10 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആക്കിയിട്ട് നോക്കണം. എന്നിട്ട് ഇതാ ഞാൻ ഓയിലൊന്ന് സ്പ്രെഡാക്കിയിട്ട് ഒന്ന് സ്പ്രേ ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു 5 മിനിറ്റ് പിന്നെയും വെക്കുക കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് ബേക്ക് ചെയ്തിട്ട് കിട്ടും. അപ്പോൾ അതാ ഒരു 5 മിനിറ്റും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കറക്റ്റായിട്ട് തന്നെ കണ്ട നല്ല കറക്റ്റായിട്ട് തന്നെ ആയിട്ടുണ്ട് കേട്ടോ. 15 മിനിറ്റ് മതി. ഇനിയിപ്പം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല ചൂടോട് കൂടി തന്നെ കഴിക്കണം കേട്ടോ. ഇത് ചൂടോട് കൂടി ഉണ്ടാക്കിയിട്ട് ചൂടോട് കൂടി ആ ഒരു ചീസും ചിക്കനും ബീഫിലും ചെയ്യട്ടാ. ബീഫിൽ എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും ടേസ്റ്റ് ഉണ്ടാവുമെന്ന്. ഞാനിപ്പം ചിക്കനിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അതാ ഇത് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒരു ചീസും ചിക്കനും എല്ലാം കൂടെ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. ഇനിയിപ്പോൾ അതാ ഞാൻ കഴിക്കുന്നുണ്ട്, ചൂടോട് കൂടി തന്നെ കഴിക്കുന്നുണ്ട്. ഫാദർ ഡ്യൂട്ടിയിൽ നിന്ന് വന്നിട്ടില്ല കേട്ടോ. ഇനിയിപ്പം ഒന്ന് ചൂടാനുണ്ടല്ലേ, അത് ഫാദർ വരുന്നതിൻ്റെ ഒരു 5 മിനിറ്റ് മുന്നേ ഞാൻ ചൂടുള്ളൂ കേട്ടോ. പിന്നെ ഫാദർ വന്ന് ഫ്രഷ് ആയിട്ടാണ് പിന്നെ കഴിക്കൽ. അപ്പോൾ അതാ കാണുമ്പോൾ തന്നെ അറിയുന്നില്ല, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കാൻ കൂടെ മറക്കരുത്. ഒരുപാട് റെസിപ്പിയെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ പഴയ വീഡിയോസ് എല്ലാം ഒന്ന് പോയിട്ട് കണ്ടു നോക്കട്ടോ. ഇനിതാ ഞാൻ നാട്ടിൽ നിന്ന് അന്ന് കയറ് കൊണ്ടുവന്നിട്ട് നമ്മൾ മണി പ്ലാന്റിനെല്ലാം ചുറ്റിയിട്ടെല്ലാം കൊടുത്തില്ലേനോ. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ളത് ഞാൻ പറഞ്ഞില്ലേനോ 2-3 കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാനുണ്ടെന്ന്. അപ്പോൾ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോഴൊക്കെ ഞാനിങ്ങനെ ചെയ്യലുണ്ട് കേട്ടോ. അപ്പോൾ ഫാദർ വന്നിട്ടില്ല. ഞാൻ അത് കഴിച്ചതിന് ശേഷം ഞാനിതാ നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതില്ലേ പണ്ടത്തെ എന്താ പറയല് ഇതിന്, നമ്മളിപ്പം ടേബിൾ മേലെല്ലാം ചൂടാറാതിരിക്കാൻ ടേബിൾമേൽ തട്ടാതിരിക്കാനും വെക്കൂലേ, അത് പണ്ടെല്ലാം ഇതുപോലെ കയറിലേന്നിട്ടാ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഞാൻ ചായക്കടയിൽ നമ്മൾ അജ്മാനിലെ ചായക്കടയിൽ പോയ ടൈമിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് അവർ നമ്മൾ ചട്ടിക്കറിയെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ടേബിൾമേൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലാട്ട വെക്കൽ. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു നാട്ടിൽ നിന്ന് കയറ് കൊണ്ടുവന്നീനല്ലോ, ഇതെന്തായാലും ചെയ്തെടുക്കണമെന്ന്. അപ്പോൾ ഞാനിതുപോലെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കി ഇതെങ്ങനെ ചെയ്യലെന്ന്. അപ്പോൾ ഒരു ഐഡിയ കിട്ടിയപ്പം അതുപോലെ ചെയ്തതാണ്. അത്ര പെർഫെക്റ്റ് ആവില്ലാന്നുണ്ടെങ്കിലും നമുക്ക് തരിക, ഇതിൻ്റെ പേര് തരിക എന്നാട്ടോ. എനിക്ക് ഇപ്പോഴാണ് ഓർമ്മയായി. ഇപ്പോഴാണ് എനിക്ക് പേര് കിട്ടിയത് തരിക എന്ന് കേട്ടോ. സ്റ്റീലിൻ്റെ തരികെല്ലാം ഉണ്ടാവില്ല, അതേപോലെ ഇത് പണ്ടുണ്ടായിരുന്നു കേട്ടോ. ഉറി അങ്ങനെയെല്ലാം കണ്ടില്ല, ഉറി പോലത്തെ സംഭവം. ഉറിയല്ല കേട്ടോ, അത് തരിക. ഇനിയിപ്പോൾ അതാ ഞാൻ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം. ഇതുപോലത്തെ ഒരു കട്ടിയുള്ള പേപ്പർ എടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ ചുറ്റിയിട്ട് ഒരു 10-20 ചുറ്റൽ ചുറ്റണം. അത് ഒരേ റൗണ്ട് കിട്ടാനും വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതുപോലെ നമ്മൾ ഡ്രസ്സെല്ലാം കൊണ്ടുവരുമ്പം ഒരു പേപ്പർ കിട്ടൂല ഉള്ളിൽ, അതുപോലത്തെ കട്ടിയുള്ള പേപ്പർ എടുത്താൽ അത് നമുക്കിങ്ങനെ അത് എത്രയാണ് വേണ്ടത് അതനുസരിച്ചിട്ട് ഇങ്ങനെ ചുറ്റിയെടുക്കുക. എത്ര നമുക്ക് വലിയ തരികയാണോ ചെറിയ തരികയാണോ അതനുസരിച്ചിട്ട്, നിങ്ങൾക്ക് ചെറുത് മതി. പേപ്പർ ഒന്ന് മടക്കിയിട്ട് അതിലിങ്ങനെ ചുറ്റിയെടുക്കുക കേട്ടോ. ചുറ്റിയെടുത്തിട്ട് ഒരു 20 ചുറ്റൽ ഇട്ടാൽ പിന്നെ പേപ്പർ ഇങ്ങനെ ഒന്ന് പ്രസ്സാക്കി കൊടുത്താൽ ആ ചുറ്റിയത് ഇങ്ങനെ കണ്ട് പോരും. അതിനാണ് നമ്മൾ പേപ്പർ എടുക്കുന്നത്. മറ്റിലൊന്നും നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ ചുറ്റിയാൽ ആ കറക്റ്റ് ഇങ്ങനെ നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടാവുമല്ലോ. പേപ്പറാകുമ്പോൾ ഇങ്ങനെ ഒടിച്ചെടുക്കാമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് പേപ്പറിൽ ചുറ്റിയെടുക്കുന്നുള്ളത്. ഒരു കാർഡ്ബോർഡും കഷ്ണം അങ്ങനെ എടുത്താൽ മതി. അപ്പോൾ ചുറ്റിയെടുത്തതിൻ്റെ ശേഷം മൊത്തത്തിൽ ഞാൻ നല്ലോണം
ഫിക്സ് ആകാൻ ഇങ്ങനെ കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 കയറ് 2 തല വരുന്നില്ല, അത് നല്ലോണം ഇങ്ങനെ കെട്ടിയെടുക്കുക. അതിൻ്റെ വശത ഇതുപോലെ കുറച്ച് കയറെടുത്തിട്ട് പിന്നെ ഇങ്ങനെ റൗണ്ടിൽ ചുറ്റി കൊടുത്താൽ മതി. ഈ വീഡിയോസിൽ കാണുന്ന പോലെ കേട്ടോ. ഞാൻ പറയുന്നത് അങ്ങനെ റെഡി ആവില്ല, നിങ്ങൾ ഈ വീഡിയോസിൽ നോക്കിയാൽ മതി കേട്ടോ, അപ്പോൾ മനസ്സിലാവും. ഇതുപോലെ ആദ്യം ചുറ്റിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ റൗണ്ടിൽ ഇങ്ങനെ ചുറ്റി കൊടുക്കുക, അത്ര തന്നെ കേട്ടോ. ബാക്കി ഞാൻ പറഞ്ഞുതരാം. അപ്പോഴേക്കുതാ ഫാദർ വന്നിട്ടുണ്ട് ഫ്രഷ് ആയിട്ടെല്ലാം. ഇനിയിപ്പോൾ അതാ ഞാൻ ചായ കൊടുക്കലാന്ന്, എന്നിട്ട് ബാക്കിയുള്ളത് കാണിക്കട്ടെ. പുരളിപ്പെണ്ണെ പുലരിപ്പെണ്ണെ നിന്നെ കാണാൻ തേടി വരുമൊരു മനസ്സിൽ നീയൊരു സുന്ദരിയല്ലേ ദേവ മനോഹരിയല്ലേ. ഇതുപോലത്തെ പാട്ടല്ലെങ്കിൽ നോക്കുന്നുണ്ടോ ഇപ്പൊ ഞാൻ വലിയ പീസ് നോക്കിട്ട് എടുക്കുന്നത് പീസ് എങ്ങനെ എടുക്കുന്നത്? സോറി, ശരിയാക്കാം. ഇതാണ് ഇതിന്റെ ഫീലിംഗ്, കാണുന്നല്ലേ? ഗാർലിക് ബൺ സാധാരണ നമുക്ക് ഗാർലിക് മാത്രം ഇട്ട ബണ്ണാണ് കിട്ടുന്നത്. ഇതിലിപ്പോ ഫീൽഡ് ചിക്കൻ കിട്ടി. ചെറിയൊരു അരക്കില്ലേ? വിശന്നിട്ടുള്ള വേറെ വിശക്കാത്ത വേറെ ഉണ്ട്. അതെന്തുകൊണ്ട് എനിക്ക് വേറെ വന്നേ, എനിക്ക് ഇഷ്ടമൊന്നും. അപ്പൊ ചൂടോട് കൂടി കഴിക്കണ്ട, ഒന്നുണ്ടാക്കി ഞാൻ കഴിച്ചു. ബാക്കി ഇപ്പൊ ഒന്നുണ്ടാക്കിയിട്ട് അതിന് കൊടുത്തിട്ടുണ്ട്. ഇനി അപ്പൊ കഴിക്കുമെന്തോ ദോശയും നല്ല മീൻ കറി ആക്കി കുറച്ച് മാറുന്ന സ്പെഷ്യൽ കൂടുതൽ ഉണ്ടാക്കി തരും. മാറുമ്പില്ലേ ഇതേപോലൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ഏത് വഴി തെറ്റുന്ന ആൾക്കാർ വേണമെങ്കിലും ശരിക്കുള്ള വഴിയിൽ സഞ്ചരിക്കും. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ ആർക്കെങ്കിലും ഇങ്ങനെ ചിലയിടത്തൊക്കെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവും. നമുക്ക് ചിലയിടത്തുനിന്ന് മെസ്സേജ് ഒക്കെ വരുന്നല്ലേ, ചെയ്യാൻ എന്ത് ചെയ്യണം, ഫാമിലി പ്രോബ്ലംസ് ഓരോരുത്തരെ നമുക്ക് പറയാൻ പറ്റില്ല, അത് എല്ലായിടത്തും ഉണ്ടാവും ചിലയിടത്തൊക്കെ. അപ്പൊ ചെറിയ ചെറിയ വിട്ടുവീഴ്ചകളൊക്കെ ഒഴിവാക്കി നിങ്ങൾ സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്താൻ പറ്റാത്ത ഒരു കാര്യമില്ല, അല്ലേ അല്ലേ? അപ്പൊ അതുകൊണ്ട് ഇത് പോലത്തെ കെണികളുമായി നിങ്ങൾ ഭർത്താവിന്റെ മുന്നിലേക്ക് വരിക. പക്ഷെ ഇതിലും വലിയ കെണികളുമായി ഭർത്താക്കന്മാർ നീങ്ങുന്നതായിരിക്കും. അപ്പൊ എന്തായാലും അതിന്റെ അടുത്ത് ഇത് മറക്കാതെ ഇത് ഉണ്ടാക്കി ട്രൈ ചെയ്യാം. അഭിപ്രായങ്ങൾ പറയാ, കമന്റ് ബോക്സിൽ നിൽക്കുക. പിന്നെന്ത് പറയണ്ട, അല്ല അപ്പൊ കെണികൾ മറക്കണ്ട. കെണികൾ മറക്കണ്ട. ഒന്നില്ലാത്ത സാധനം എനിക്ക് നല്ലത് തടി കൂടില്ല. അല്ല, നിങ്ങൾ ഓൾറെഡി ഒന്ന് കഴിച്ചെന്നല്ലോ അവന്. സ്നേഹത്തോട് കൂടി ഞാൻ തന്നത്. ഞാൻ എവിടെയെങ്കിലും പുറത്ത് പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചെങ്കിൽ എന്നോട് ചോദിച്ചില്ലല്ലോ, എനിക്ക് അയച്ചു തന്നിട്ടില്ലല്ലോ. ഇയാൾക്ക് രാവിലെ ക്യാരറ്റ്, ബീട്രൂട്ട്, മുന്തിരി, പിന്നെ ഇടക്ക് മറ്റേ പയറ്, ഇതൊക്കെ കഴിക്കുന്ന ആൾക്ക് പിന്നെ ഞാനെങ്ങനെ മസാല ദോശ കൊടുക്കുക? പരാതി പറഞ്ഞോണ്ടിരിക്കും. ഗംഭീരമാക്കും. അടുക്കള ദേശം വരുമ്പോൾ 2 കൊടുക്കണം. ഒളിയല്ല, വഴക്ക് 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 പച്ചയുണ്ട് പറയും. ഞാനാക്കി കുറച്ചെല്ലാം പറയണം. എനിക്ക് പാടില്ലേ പറയുന്നു വേണ്ട. ഞാൻ എന്തെങ്കിലും തെറ്റിയാല് കണ്ണിങ്ങനെ വിട്ടാലേ മനസ്സിലാവും എന്തോ ഒരു സംഭവം ഉണ്ട്. ഞാൻ എന്തോ പറഞ്ഞിട്ട് എന്തോ ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ ഞാൻ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് അതിനെ സോപ്പിട്ട് കൊണ്ടാണ്. എന്നാലും പറയാനുള്ളത് പറയൂട്ടാ. ഇനിയിപ്പോ എന്തായാലും എനിക്ക് അത് പിടിച്ചില്ലെങ്കിൽ ഞാൻ എന്തായാലും പറയും. അപ്പൊ നാളെ ശരിയാക്കും ചെയ്യും. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പറയണം ചെറുതായിട്ട്. കുറെ തരം കെണികളുണ്ട്, അതൊക്കെ അടുത്ത വീഡിയോസിൽ ഞാൻ പറയാം. അവളുടെ ജീവിത ശൈലി കെണികൾ. എന്തെങ്കിലും സ്വന്തമാക്കാൻ വേണ്ടി ഏത് വഴിയും സ്വീകരിക്കും ഇവള്. സോപ്പിന്റെ ഉസ്താദാണ്. അതിങ്ങനെ കൊണ്ടുവന്ന ഒരു സംസാരമില്ല, കൊണ്ടുവന്ന ഒരു രീതി ഭയങ്കര. അങ്ങനെ ആവും എല്ലാരും. പിന്നെ എന്താക്കുന്നത് ഫുൾ ടൈം നിങ്ങളടുത്ത് പറയാൻ പറ്റൂലല്ലോ. അപ്പൊ നല്ല രീതിയിൽ എന്തെങ്കിലും കാര്യം സാധിച്ചെടുക്കാൻ പറ്റുള്ളൂ, അല്ലേ? എന്തെങ്കിലും സാധനം ഓർഡർ ചെയ്തെങ്കിലേ അത് ആദ്യം പറയുന്നത് എന്താ, നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഫസ്റ്റ് പറയും. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഓക്കെ, അത്യാവശ്യമുള്ള കാര്യം മാത്രമല്ലേ ഓർഡർ ചെയ്തിട്ടുള്ളൂ, പ്രശ്നമില്ല. പിന്നെ ലാസ്റ്റ് ടൈം ഇടയ്ക്ക് കൂടി ഓളെ കുറച്ച് സാധനങ്ങൾ അതൊക്കെ എടുത്തിട്ടുണ്ട്. കാര്യം അതുകൊണ്ട് എന്തൊരു സംഭവല്ലേ പെണ്ണുങ്ങൾ. പിന്നെ ആദ്യം നമുക്ക് നല്ല റൂട്ടിൽ പോകാനോണ്ടില്ലേ, പിന്നെ പറയാൻ തോന്നില്ല സാരിയുടെ പോയിട്ട് നമ്മളൊക്കെ ഇടാവൂലേ. ഞാൻ 2 ബാഗ് എടുത്തിട്ട് കേട്ടോ. അല്ല
അതിന്റെ കൂടെ ഇങ്ങനെ പോകുമ്പോ ഇട്ടിട്ടത് വാങ്ങിച്ചിരിക്കാൻ കേട്ടില്ല റബ്ബേ. क्या बोलती है कंपनी അതിപ്പോ ഇതിന്റെ ദോശയും മീനിന്റെ കറിയെല്ലാം ഉണ്ടെന്ന് പറയുമ്പോ ഒരു വിഷമം. അൽഹംദുലില്ലാ വീണ്ടും വീണ്ടും പറയാം. അപ്പൊ ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഒരുപാട് നന്ദി, ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ. ഇനിയും സപ്പോർട്ട് ചെയ്യാം, കൈയടിക്കാം, കുറച്ചൊക്കെ ചിരിക്കാം വീഡിയോ കണ്ടിട്ട്. ഇതൊരു ജമീലയുടെ കഥ അടുത്ത ബ്ലോഗിൽ പറയാം. എനിക്ക് ഇഷ്ടമില്ല ജമീല എന്ന് വിളിക്കുന്നത്, പക്ഷെ ഇപ്പൊ ഇഷ്ടമാണ്. അതെന്താണെന്നുള്ളത് അടുത്ത വീഡിയോ. പക്ഷെ എനിക്ക് എന്തെങ്കിലും ഒരു ജമീലിനെ പറ്റിയിട്ട് ഒരു സൂചന ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആക്കട്ടോ. ആരാണ് ഈ ജമീല? കഥ തുടങ്ങുന്നു. ഫാദർ ഓഫീസിൽ നിന്ന് വരാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫാദർ ഒരു പീസ് നിന്നിട്ട് പിന്നെ ഡിന്നർ തന്നെ കഴിച്ചിട്ട് ആ ദോശ ഭയങ്കര ഇഷ്ടമാണ്. ദോശയും കറിയെല്ലാം കഴിച്ച് അങ്ങനെ ഇനിയിപ്പോൾ ഇതാ ഞാൻ ഉണ്ടാക്കിയ സംഭവമില്ല, ഇതാണ് തരിക റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ചട്ടി വെക്കലാന്ന് കേട്ടോ, ചൂടുള്ള ചട്ടിയിൽ ഇറക്കി വെക്കുന്നത്. അപ്പോൾ അത് ഒരു ഭാഗത്ത് ഇങ്ങനെ കയമോയ ആയിട്ടുണ്ട്. കയമോയ ഇങ്ങനെ മീൻസ് ഇങ്ങനെ പൊന്തി വന്നിട്ടുണ്ട്. അതെന്താണെന്നറിയാം, നമ്മളിങ്ങനെ കയർ കെട്ടൂലേ അവിടെ ഇങ്ങനെ എന്തോന്ന് ഇങ്ങനെ പൊന്തി വന്നതിന് ചുറ്റുമ്പോൾ സാരില്ല കേട്ടോ. അപ്പോൾ ഇതാണ് എന്നെ കൊണ്ടാവുന്നതെല്ലാം ഞാൻ ചെയ്തതാണ്. അപ്പോൾ ഇതാർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്തോളൂ. പിന്നെ അത് ചുറ്റിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കേട്ടോ, കുറച്ചെല്ലാം ബുദ്ധിമുട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ആ ഒരു ഫിനിഷിങ് കിട്ടാനും വേണ്ടിയിട്ട് ഞാനിതാ ഒന്ന് തീ കത്തിച്ചിട്ട് അതിൻ്റെ ആ ഒരു എന്താ പറയുക പൊന്തി നിന്ന ആ ഒരു ആരൊക്കെ ഒഴിവാക്കിയിട്ട് ഇതാ ഒന്ന് ഫിനിഷിങ് ആക്കിയിട്ട് വെക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ ഇങ്ങനെ ചട്ടി വെക്കട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ തരിക ചട്ടി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്ന, ഇഷ്ടമായാൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ആക്കുക. ഓക്കെ ബൈ, താങ്ക് യു.